സോഷ്യൽ മീഡിയ വഴി പ്രശസ്തനായ ഒരാളാണ് ആറാട്ടൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കി. സിനിമാസ്വാദകനെ പൊതുമാധ്യമത്തിൽ അപമാനിച്ചെന്ന് ആരോപിച്ച് വിമർശനങ്ങൾ നേരിടുകയാണ് നടി ഐശ്വര്യ ലക്ഷ്മി. കക്ഷി ഷേക്ക് ഹാൻഡിനായി കൈനീട്ടിയപ്പോൾ ഐശ്വര്യ മൈൻഡാക്കിയില്ലെന്നതാണ് ചിലർ അവരിൽ കാണുന്ന കുറ്റം. താൻ നായികയായി ഹലോ മമ്മി എന്ന ചിത്രത്തിൽ ആദ്യ ഷോ കാണാൻ കൊച്ചിയിലെ തിയേറ്ററിൽ ഐശ്വര്യ എത്തിയപ്പോഴാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സിനിമ കണ്ടിറങ്ങി വന്ന് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ആറാട്ടണ്ണൻ ക്യാമറയ്ക്ക് മുൻപിലേക്ക് തിക്കിത്തിരക്കി എത്തിയിരുന്നു. താരത്തിന് നേരെ കൈനീട്ടുന്നു. ഐശ്വര്യ അത് അവഗണിച്ച് മുൻപോട്ട് പോകുന്നു. വൈറലായ വീഡിയോയിലെ ദൃശ്യങ്ങൾ പറയുന്ന കഥ ഇതാണ്. തിയേറ്ററിൽ എത്തിച്ചവരും മുൻപ് തന്നെ ഐശ്വര്യയെ കാത്ത് ക്യാമറയുമായി നിരവധി യൂട്യൂബ് ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മുൻപിലേക്കാണ് ഐശ്വര്യലക്ഷ്മി വന്നിറങ്ങുന്നത്. സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ച് താരം പുഞ്ചിരിയോടെ തിയേറ്ററിലേക്ക് കയറാനൊരുങ്ങുന്നു. അപ്പോഴാണ് താരത്തിന് ഓൾ ദി ബെസ്റ്റ് ആശംസിച്ചുകൊണ്ട് സ്ഥിരം പ്രതികരണ തൊഴിലാളിയായ ഇയാൾ ഷേക്ക് ഹാൻഡിനായി ആദ്യം കൈനീട്ടുന്നത്. ഐശ്വര്യലക്ഷ്മി സൗഹൃദഭാവത്തിൽ സന്തോഷത്തോടെ ആ ഷേക്ക് ഹാൻഡ് തിരിച്ചു നൽകി തിയേറ്ററിലേക്ക് മടങ്ങി. സിനിമയുടെ ഇടവേളകളിൽ സന്തോഷ് വർക്കി താരത്തെ വീണ്ടും സമീപിക്കുന്നു. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് ഷേക്ക് ഹാൻഡിനായി കൈനീട്ടുന്നു. ഇതിനും സൗഹാർദ്ദപരമായി ഐശ്വര്യ പ്രതികരിച്ചത്. സിനിമ കഴിഞ്ഞിറങ്ങിയ ഉടനെ യൂട്യൂബ് ചാനലുകളുടെ ക്യാമറ കൂട്ടത്തിനൊപ്പം വീണ്ടും ഇതേ കക്ഷി ഐശ്വര്യയ്ക്ക് അടുത്തെത്തുന്നു. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് വീണ്ടും കൈനീട്ടുന്നു. ഇത്തവണ പക്ഷേ ഐശ്വര്യ അതിനോട് പ്രതികരിക്കാതെ നടന്നുപോയി. ഈ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും ഐശ്വര്യലക്ഷ്മിക്കെതിരെയുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതും. സിനിമയിൽ തനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുള്ള താരം ഐശ്വര്യലക്ഷ്മിയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. രാവിലെ എല്ലാം ഞാൻ ഒരു വ്യക്തിയാണ്. രാത്രിയാകുമ്പോൾ ഞാനൊരു കഥാപാത്രമാകും. രാത്രിയാണ് ഞാൻ ഫ്രീ ആകുന്നത്. സിനിമയിൽ എനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള നടിയാണ് ഐശ്വര്യലക്ഷ്മി. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാളുടെ പ്രതികരണം. ഇതൊക്കെ ചെയ്തിട്ടാണ് ഒന്നും അറിയാത്ത മട്ടിൽ അപ്പുറത്തു പോയി ഇയാൾക്ക് ഷേക്ക് ഹാൻഡിനായി കൈനീട്ടുന്നതും. സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രതികരണം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. സ്വാഭാവികമായി ആരെങ്കിലും ഐശ്വര്യയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തി കാണും. സിനിമ കഴിഞ്ഞിറങ്ങി തിരികെ പോകാനായി അവർ തയ്യാറാകുമ്പോൾ ആ മുഖത്ത് നിന്ന് തന്നെ അത് മനസ്സിലാക്കാം.